എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോമുള്ള ഒരു സ്ഥലത്താണ്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ കൊച്ചു കേരളത്തിലെ കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഉള്ളത്. 1180 മീറ്ററാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ നീളം. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഉള്ളതും നമ്മുടെ ഇന്ത്യയിലാണ്. ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷനാണ് ലോകത്തിലെ ഒന്നാമത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം. അതൊക്കെ ഇനി എന്തു തന്നെയായാലും ചില യാത്രകളുടെ കാഴ്ചകളും അനുഭവങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിൽ മായാത്ത ഓർമ്മകളായി തന്നെ നിൽക്കും. ഇന്ന് ഞാനും അങ്ങനെയുള്ളൊരു യാത്രയുടെ ശ്രമത്തിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര കൊല്ലത്ത് നിന്നും പുല്ലൂർ ആര്യങ്കാവ് വഴി ചെങ്കോട്ടയ്ക്കുള്ള ട്രെയിൻ യാത്രയാണ്. ഞാൻ അഫ്സൽ കലടിക്കൽ. വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് ട്രാവൽ നോട്ട്സ്. 10:15 കൊല്ലത്ത് നിന്ന് ഈ ട്രെയിൻ ആരംഭിക്കുന്നത്. നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രെയിനിലേക്ക് കയറാം. ട്രെയിൻ കൊല്ലം വിട്ടിരിക്കുകയാണ്. ഇനി രസമുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഓരോ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്താൽ മാത്രം മതി. കൊല്ലത്ത് നിന്നും ആരംഭിച്ച് കിളിക്കൊല്ലൂർ, ചന്ദനത്തോപ്പ് തുടങ്ങി 9ഓളം സ്റ്റോപ്പുകൾ കഴിഞ്ഞ് പുനലൂർ എത്തുന്നവരേക്കും സാധാരണ കാഴ്ചകളൊക്കെ തന്നെയാണ് ഈ പാസഞ്ചർ ട്രെയിൻ നമുക്ക് സമ്മാനിക്കുന്നത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ട്രെയിൻ റൂട്ടായ ഈ കൊല്ലം ചെങ്കോട്ട പാത നിർമ്മിക്കുന്നതിന് മുൻകൈ എടുക്കുന്നത് അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഉത്രാടം തിരുനാൾ മഹാരാജാവായിരുന്നു. അന്നത്തെ തിരുവിതാംകൂറിന്റെ തെക്ക് കിഴക്കൻ മേഖലകളെയും അന്നത്തെ മദ്രാസിന്റെ ചെങ്കോട്ടയെയും വിരുദനഗറിനെയും ബന്ധിപ്പിക്കുന്നതിന് കാര്യമായ ഗതാഗത സംവിധാനങ്ങൾ ഇല്ലായിരുന്നു. അക്കാലത്ത് ഈ റെയിൽപാത വന്നതോടെ ഈ രണ്ട് മേഖലകളിലെയും ജനങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് ഈ ട്രെയിൻ റൂട്ട് ഏറെ സഹായകമായി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാപ്പി തേയില തോട്ടങ്ങളിലേക്ക് നൂറുകണക്കിന് തൊഴിലാളികൾക്ക് യാത്ര ചെയ്യുന്നതിനും ചെങ്കോട്ട, വിരുദനഗർ പ്രദേശങ്ങളിലെ കർഷകർക്ക് അവരുടെ പച്ചക്കറിയും പാലുൽപ്പന്നങ്ങളും അന്നത്തെ തിരുവിതാംകൂറിൻ്റെ വാണിജ്യ നഗരമായിരുന്ന കൊല്ലത്ത് കൊണ്ടുവന്ന് വിൽക്കുന്നതിനും അങ്ങനെ ഈ രണ്ട് മേഖലകളിലെയും വാണിജ്യപരമായ വളർച്ചയ്ക്ക് ഈ ട്രെയിൻ റൂട്ട് സുപ്രധാനമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. പേരെന്താ മോൻ്റെ? അസീം. മോൻ്റെ പേരാ നസീം അല്ലേ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് നിങ്ങൾ? ആവണിശ്ശേരി സ്കൂളല്ലേ? MES. ട്രെയിനിൽ പോകാനാണോ ഇഷ്ടം ബസ്സിൽ പോകുന്നതിനെ കാട്ടി? ഇത് പുനലൂരിന് മുൻപുള്ള ആവണീശ്വരമാണ്. ഇവിടെ ട്രെയിൻ ചേഞ്ചിങ് ഉള്ളതുകൊണ്ട് ഒരു 5-10 മിനിറ്റ് ട്രെയിൻ ഇവിടെ പിടിച്ചിടും. ചേഞ്ചിങ്ങിന് ശേഷം വീണ്ടും നമ്മുടെ ട്രെയിൻ നീങ്ങി തുടങ്ങി. ഈ സ്റ്റേഷൻ്റെ പരിസരമൊക്കെ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ കാണാൻ. ഷൊർണൂർ, നിലമ്പൂർ റൂട്ടിലുള്ളതുപോലെ കുറേ തേക്ക് മരങ്ങളൊക്കെ ഇവിടെയുണ്ട്. ദൂരെ ആകാശത്തിങ്ങനെ മേഘങ്ങളൊക്കെ ഉരുണ്ടുകൂടി തുടങ്ങുന്നുണ്ട്. മഴയും കൂടി പെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ചെറിയ തുള്ളികളൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. പുനലൂരായി പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും ഈ പാതയിലുള്ള തിരങ്ങുകളൊക്കെ ഇനിയാണ്. നല്ല രസമുള്ള കാഴ്ചകളാണ് ഇനി. പുനലൂർ സ്റ്റേഷനിലും ഒരു 5-10 മിനിറ്റ് ട്രെയിൻ പിടിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ ഇതുവരെ വന്നത് ട്രെയിനിൻ്റെ മുൻഭാഗത്ത് മാത്രമാണ് എഞ്ചിൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് പുറകിൽ കൂടി ഒരു എഞ്ചിൻ കൂടി ഘടിപ്പിക്കും. അങ്ങനെ 2 എഞ്ചിനുമായിട്ടാണ് പുനലൂരിൽ നിന്ന് പിന്നെ പോകുന്നത്. ഇനിയുള്ള കുറേ മലനിരകൾക്കിടയിലൂടെ ചെറിയ കയറ്റങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 2 എഞ്ചിനുമായിട്ടാണ് ഇനി പോകുന്നത്.
പറ്റുകയാണെങ്കിൽ പുല്ലൂർ തൂക്കുപാലം കാണാം കേട്ടോ. അതേണ്ട ദൂരെ ആ കാണുന്നത് തന്നെയാണ് തൂക്കുപാലം. തെക്കേ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മോട്ടോറബിൾ ബ്രിഡ്ജാണിത്. കല്ലടയാറിന് കുറുകെ 1877 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് ചരിത്ര സ്മാരകമായി കൊല്ലം ജില്ലയുടെ തന്നെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട്. 1800കളുടെ അവസാനം, കൃത്യമായി പറഞ്ഞാൽ 1888 ഈ പാതയുടെ സർവേ തുടങ്ങുന്നത്. 1900 മീറ്റർ ഗേജ് പാതയുടെ പണി തുടങ്ങുകയും 1902 ഈ പാതയുടെ പണികൾ പൂർത്തിയാക്കുകയും 1904 ജൂൺ 1 മൂലം തിരുനാൾ രാമവർമ്മ ഈ പാതയിലെ ആദ്യ യാത്രാ ട്രെയിൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഈ റൂട്ടിലെ ആദ്യത്തെ തുരങ്കമാണിത്. വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ കൂടി ഭാഗമായ മലനിരകളിൽ കൂടിയാണ് ഈ പാത ഇങ്ങനെ പോകുന്നത്. വലിയ മലകൾക്കിടയിലൂടെ വളഞ്ഞും പുളഞ്ഞുമൊക്കെയുള്ള ഈ യാത്ര നല്ല രസമാണ് കേട്ടോ. പാറകൾ വെട്ടിമാറ്റിയും വലിയ പാറകളിൽ തുരങ്കങ്ങൾ നിർമ്മിച്ചും വലിയ മലകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് പാലങ്ങൾ നിർമ്മിച്ചുമൊക്കെയാണ് ഈ പാതയുടെ നിർമ്മാണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴയും ചാറുന്നുണ്ട് കേട്ടോ, നല്ലൊരു ഫീല്. ഈ റൂട്ട് മീറ്റർ ഗേജ് മാറ്റി ബ്രോഡ് ഗേജ് ആക്കുന്നതിന് വേണ്ടിയുള്ള പണികൾ ആരംഭിക്കുന്നത് 1998 ഒരു നൂറ്റാണ്ട് കാലത്തോളം രണ്ട് ദേശങ്ങളിലെ ജനങ്ങളുടെ ജീവനാഡിയായിരുന്ന ഈ ട്രെയിൻ സർവീസ് 2007 മെയ് 1 താൽക്കാലികമായി നിർത്തിവെച്ചു. നീണ്ട 11 വർഷങ്ങൾക്ക് ശേഷം 2018 മാർച്ച് 31 നവീകരണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി വീണ്ടും ഈ പാതയിൽ ട്രെയിൻ ഓടിത്തുടങ്ങി. കൊല്ലത്തുനിന്ന് ചെങ്കോട്ട വരെ 4 മണിക്കൂറാണ് ഈ യാത്ര. എന്തായാലും ഈ യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് മഴയും കൂടി ഉള്ളതുകൊണ്ട് നല്ലൊരു ഫീലാണ്. കേരളത്തിലെ ഷൊർണൂർ നിലമ്പൂർ ട്രെയിൻ റൂട്ട് കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായ ഒരു ട്രെയിൻ റൂട്ടാണ് ഈ കൊല്ലം ചെങ്കോട്ട റൂട്ട്. ഈ റൂട്ടിലെ മെയിൻ അട്രാക്ഷനാണ് ഇനി വരാൻ പോകുന്നത്. 13 കണ്ണറപ്പാലം കണ്ടോ, എന്ത് രസമാണെന്ന്. ഈ റൂട്ടിന് സമാന്തരമായിട്ട് തന്നെ കൊല്ലം ചെങ്കോട്ട റോഡും അതുപോലെ കുളത്തൂപ്പുഴയാറും സമാന്തരമായിട്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഈ കണ്ണറപ്പാലത്തിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസുള്ള വീഡിയോ ഈ ചാനലിൽ തന്നെയുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ വീഡിയോ തീരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ആ മലകളിലൊക്കെ കോടമഞ്ഞ് കെട്ടി നിൽക്കുന്നത് കണ്ടോ, ഒരു രക്ഷയില്ല, കിടിലൻ സീനുകളാണ്. ഈ യാത്രയിലെ ഒരു വലിയ ആഗ്രഹമായിരുന്നു മഴയും കൂടി ഉണ്ടാകണമെന്നുള്ളത്. എന്തായാലും ആഗ്രഹം പോലെ തന്നെ സംഭവിച്ചു. ക്യാമറയും ഒക്കെ കുറച്ച് നനഞ്ഞെങ്കിലും നല്ല കിടിലൻ ആംബിയൻസ് ആണ് കേട്ടോ. ഈ റൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുരങ്കമാണിത്.
680 മീറ്ററാണ് ഈ തുരങ്കത്തിൻ്റെ നീളം. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ ഒരറ്റം കേരളത്തിലെ ആര്യങ്കാവിൽ തുടങ്ങി മറ്റേ അറ്റം അവസാനിക്കുന്നത് തമിഴ്നാട്ടിലെ ബ്രഹ്മപുരത്താണ്. കേരളത്തിൻ്റെ ഭാഗത്തുള്ള, അതായത് വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ ഭാഗമായുള്ള ഈ മലനിരകളൊക്കെ കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നതോടെ വിശാലമായ കൃഷിയിടങ്ങളും ദൂരെ മലനിരകളുടെ കാഴ്ചകളും ഒക്കെ കിട്ടും. നല്ല രസമുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. നമ്മൾ റോഡ് മാർഗമാണ് വരുന്നതെങ്കിൽ ഈ എസ് വളവ് ഒരു പോയിൻ്റാണ്. എസ് വളവ് എന്ന് തന്നെയാണ് ഇത് അറിയപ്പെടുന്നതും. മല ഇറങ്ങി വന്ന് ഈ എസ് വളവ് കഴിയുന്നതോടുകൂടി തമിഴ്നാടിൻ്റെ നൂന്ന് നിവർന്ന റോഡുകൾ നമുക്ക് കിട്ടും. ചെങ്കോട്ട എത്തുന്നതിന് മുൻപുള്ള ലാസ്റ്റ് സ്റ്റേഷനാണ് ഈ ബ്രഹ്മപുരം. ഓക്കെ, എന്തൊരു കിടലൻ വ്യൂ ആണെന്ന്. നമ്മുടെ പാലക്കാടൻ ഗ്രാമങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ സുന്ദരമായ നെൽപ്പാടങ്ങളും ബാക്ക്ഗ്രൗണ്ടിൽ കോടമഞ്ഞ് നിറഞ്ഞ മലകളും ഒക്കെ ആയിട്ട് ഒരു രക്ഷയല്ല കേട്ടോ. കിടലം സീനുകളാണ് ഇതൊക്കെ. ഇപ്പോൾ ബ്രഹ്മപുരം കഴിഞ്ഞു. ഇനി അടുത്തെത്തുന്ന ചെങ്കോട്ടയാണ്. ചെങ്കോട്ട എത്തുന്നതോടെ നമ്മുടെ ഈ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോയും വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരു ആർഭാടങ്ങളില്ലാത്ത സാധാരണ ഒരു ലോക്കൽ ട്രെയിൻ യാത്ര, പക്ഷേ ഭയങ്കര രസമുള്ള ഒരു യാത്രയായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് കൂടി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. മാത്രമല്ല, ഇത് ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നവരേക്കും സൈനിങ് ഓഫ്.